ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഫ്രം മഗധ ടു താനേശ്വർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന കൃതിയിലെ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹം കണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണത്തോടെയാണ് ഈ ഒരു അധ്യായം തുടങ്ങുന്നത്. The king appears before his people along with a colorful procession. He is carried in a golden palanquin. His bodyguards are sitting on an elephant having an ornamental covering for the forehead. Some people are carrying branches of trees on which trained parrots are seated. There are armed women as bodyguards around the king. The king fears that somebody may jeopardize him at any time. The king used to take his food only after the security tasted it. He does not sleep in a place for 2 nights consecutively. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന കൃതിയിൽ നിന്ന് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് ലഭിക്കുന്നത്? അതെ, രാജാവ് ജനങ്ങളെ കാണാൻ വരുന്നത് ആർഭാടമായിട്ടുള്ള എഴുന്നള്ളിപ്പോടു കൂടിയാണ്. രാജാവിനെ സുവർണ പല്ലക്കിലാണ് ജനങ്ങൾക്ക് മുന്നിൽ എഴുന്നള്ളിച്ച് എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ നെറ്റിപ്പട്ടം ചുറ്റിയ ആനകൾക്ക് മുകളിലിരുന്നാണ് വരുന്നത്. കൂടാതെ പരിശീലിച്ച തത്തകളിരിക്കുന്ന വൃക്ഷശിഖരങ്ങൾ ചിലർ വഹിച്ചുകൊണ്ട് നടക്കും. രാജാവിന് ചുറ്റും ആയുധധാരികളായ വനിതകൾ അംഗരക്ഷകരായിട്ട് എപ്പോഴും ഉണ്ടാകും. ഏത് സമയവും തന്നെ ആരെങ്കിലും അപായപ്പെടുത്തുമെന്ന് രാജാവ് കരുതിയിരുന്നു. അംഗരക്ഷകർ ഭക്ഷണം കഴിച്ച് അതിൻ്റെ രുചി മനസ്സിലാക്കി അതിനെന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടോ എന്നറിയാൻ ആദ്യം അംഗരക്ഷകർ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ രാജാവ് ഭക്ഷണം കഴിക്കാറുള്ളൂ. 2 രാത്രികൾ തുടർച്ചയായിട്ട് ഒരേ സ്ഥലത്ത് രാജാവ് ഉറങ്ങാറുമില്ല. ഇത്രയും കാര്യങ്ങൾ ആ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് ഇൻഡിക്ക എന്ന കൃതിയിൽ മെഗസ്തനീസ് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവരണത്തിൽ നിന്ന് പഴയകാല മൗര്യ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ബൈ മെഗസ്തനീസ് who came from Greece in his book Indica. അപ്പോൾ മെഗസ്തനീസ് എഴുതിയിരിക്കുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഫേമസ് വർക്കാണ് ഇൻഡിക്ക. ഇറ്റ് ഈസ് അബൌട്ട് ദ സൈറ്റ് ഇൻ ദ പ്ലേസ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ ഹു കെയിം ഇൻ ടു പവർ അറ്റ് മഗധ ഇൻ 321 BCE. അപ്പോൾ എന്താണ് പറയുന്നത്? BCE 321 മഗധയിൽ അധികാരത്തിൽ വന്ന ചന്ദ്രഗുപ്തൻ്റെ രാജകൊട്ടാരത്തിൽ കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് തൻ്റെ ഗ്രന്ഥമായിട്ടുള്ള ഇൻഡിക്കയിൽ ആര് വിവരം നൽകുന്നത്? നമ്മളുടെ മെഗസ്തനീസ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മൗര്യ റീജിയൻ ഫ്രം ഹിസ് ഡിസ്ക്രിപ്ഷൻ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വിവരണത്തിൽ നിന്ന് നമുക്ക് മൗര്യ ഭരണത്തെക്കുറിച്ച് കിട്ടുന്നത്? ദ കിങ് റിസീവ്ഡ് ടഫ് സെക്യൂരിറ്റി. രാജാവിന് ശക്തമായിട്ടുള്ള സംരക്ഷണം ലഭിച്ചിരുന്നു. ആംഡ് വുമൺ ആസ് ബോഡി ഗാർഡ് അറൗണ്ട് ദ കിങ്. പിന്നെ നമ്മുടെ രാജാവിന് ചുറ്റും ആയുധമേന്തിയ സ്ത്രീകൾ ബോഡി ഗാർഡായിട്ട് നിലവിലുണ്ടായിരുന്നില്ല. കിങ് യൂസ്ഡ് ടു ടേക്ക് ഹിസ് ഫുഡ് ഓൺലി ആഫ്റ്റർ ദി സെക്യൂരിറ്റി ടേസ്റ്റഡ് ഇറ്റ്. അതുപോലെ രാജാവിനുള്ള ഭക്ഷണം അംഗരക്ഷകർ രുചിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ രാജാവ് എന്ത് ചെയ്യുള്ളൂ, കഴിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കും വളരെ സെക്യൂരിറ്റിയോട് കൂടിയിട്ടായിരുന്നു രാജാവ് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും ചരിത്ര സ്രോതസ്സായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സദസ്സിലെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രയിലെ കുറച്ച് ഒരു വിവരണം നമുക്ക് മൗര്യ സാമ്രാജ്യത്തെ സംബന്ധിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. ഇഫ് എ കിങ് ആക്ട്സ് അഗെയിൻസ്റ്റ് സയൻസ് ഓർ ഈസ് നോട്ട് ഏബിൾ ടു ഡിഫീറ്റ് ഹിസ് ഓൺ സെൻസസ്, ഹി ഗെറ്റ്സ് റൂയിൻ ഈസിലി ഈവൻ ദോ ഹി റൂൾസ് ദ whole world.
Hence, he should motivate his people to perform their duties through executing his deeds. One should attain humility from learning, attain love of the people by gaining wealth, indolence, telling lies, luxurious dressings, deals arising from ego, and misconduct, etc., should be avoided. അപ്പോൾ കൗടില്യൻ്റെ ഈ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യത്തെ രാജാവിന് വേണ്ടിയിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ശാസ്ത്രവിരുദ്ധനായിട്ട് പ്രവർത്തിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കാത്തവനുമായിട്ടുള്ള രാജാവ് ഭൂമിയെ മുഴുവൻ വായുന്നവൻ തന്നെയായാലും പെടുന്നതിനെ എന്ത് ചെയ്യും? നശിച്ചു പോകും. അതുകൊണ്ട് കാര്യനിർവഹണം കൊണ്ട് പ്രജകളെ സ്വധർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം. വിദ്യ കൊണ്ട് വിനയം നേടാനും സമ്പത്ത് നേടി ലോകരുടെ പ്രീതി സമ്പാദിക്കാനും അലസത, അസത്യം പറയൽ, അഹങ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അധർമ്മം ഉളവാക്കുന്ന ഇടപാട് എന്നിവയൊക്കെ വർജിക്കണം. എങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ആരുടെ കാര്യം? ആര് പറയുന്നത്? നമ്മുടെ കൗടില്യൻ പറയുന്നത്. അപ്പോൾ കൗടില്യൻ്റെ കൃതിയായിട്ടുള്ള അർത്ഥശാസ്ത്രത്തിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദിസ് ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം കൗടില്യാസ് അർത്ഥശാസ്ത്ര. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ വി ഗ്യാദർ ഫ്രം ദിസ് അബൌട്ട് ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ കിങ്? ഒരു കിങ്ങിൻ്റെ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഒരു രാജാവ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിരിക്കണം, വേണ്ടേ? അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ആ രാജാവ് ഭരിക്കുന്ന രാജ്യത്തിന് ശ്രേയസ് അല്ലെങ്കിൽ ഐശ്വര്യം വരികയുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി എന്തൊക്കെയാവണം ഒരു രാജാവിനുണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റീസ്? ദ കിങ് ഷുഡ് ഇൻസ്പയർ ഹിസ് പീപ്പിൾ ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ്. ദ കിങ് ഷുഡ് ബി ദ റോൾ മോഡൽ ഫോർ ദ പീപ്പിൾ. The king should be able to defeat his own senses. He should motivate his people to perform their duties. He should attain humility from learning. He should attain the love of the people by gaining wealth. He should be tolerant. He should not telling lies. He should avoid deals arising from ego. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയിരിക്കണം എന്ത്? ഒരു രാജാവിനുണ്ടാവേണ്ട പ്രധാന ചുമതലകൾ. എന്തെല്ലാം ചുമതലകളാണ് ഉണ്ടാവേണ്ടത്? അതായത് ജനങ്ങളെ നേർവഴിക്ക് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു രാജാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ രാജാവ് കാര്യനിർവഹണം കൊണ്ട് പ്രജകളെ സ്വന്തം ധർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കണം. വിദ്യ കൊണ്ട് അവരെ വിനയം നേടാനുള്ള അവസരമുണ്ടാക്കണം. സമ്പത്ത് നേടി ലോകരുടെ പ്രീതി സമ്പാദിക്കാൻ അവർക്ക് കഴിയണം. അലസത, അസത്യം പറയൽ, അഹങ്കാരം തോന്നിക്കുന്ന വേഷം, അധർമ്മം ഉളവാക്കുന്ന ഇടപാട് എന്നിവയെല്ലാം അവർ വർജിക്കണം. ഇത്രയും കാര്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു രാജ്യവും അവിടെ ഭരിക്കുന്ന രാജാവിനാലും ആ രാജ്യത്തിന് അഭിവൃദ്ധി കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ കൗടില്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൗടില്യ വാസ് എ ടീച്ചർ ഇൻ ടാക്സില ബിഫോർ ഹി ബിക്കെയിം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ ഓഫ് ദി മൗര്യ ഡൈനാസ്റ്റി. ഹി വാസ് നോൺ ബൈ ദ നെയിംസ് ചാണക്യ ആൻഡ് വിഷ്ണുഗുപ്ത. ഹിസ് കോൺട്രിബ്യൂഷൻസ് were in the field of philosophy, economics, law, statecraft. His book Arthashastra, written in Sanskrit, gives a detailed description on statecraft. പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന തക്ഷശില സർവകലാശാല അഥവാ യൂണിവേഴ്സിറ്റിയിലെ ഒരു ടീച്ചറായിരുന്നു യഥാർത്ഥത്തിൽ കൗടില്യൻ എന്നു പേരുള്ള ചാണക്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം പിന്നീട് മാറുകയാണ്. ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അദ്ദേഹം തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജ്യഭരണം തുടങ്ങിയ മേഖലകളിൽ വളരെ മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം സംസ്കൃത ഭാഷയിൽ എഴുതിയ ബുക്കാണ് അർത്ഥശാസ്ത്രം. അത് രാജ്യഭരണത്തെ സംബന്ധിച്ച്
വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. കൗടില്യ ഇൻ ഹിസ് അർത്ഥശാസ്ത്ര മെൻഷൻസ് അബൌട്ട് ദി 7 elements essential for a state. They are known as the Saptangas, 7 limbs. That which has all these 7 elements would be considered a state. They are listed below. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താ? ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായിട്ടുള്ള 7 ഘടകങ്ങളെക്കുറിച്ചാണ് കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. ഇവ സപ്താംഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 7 ഘടകങ്ങളുള്ളത് കൊണ്ടാണ് സപ്താംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി ഈ 7 ഘടകങ്ങളും ഉള്ള ഒരു രാഷ്ട്രം മാത്രമാണ് ഒരു നല്ല രാഷ്ട്രമെന്നാണ് ആരുടെ അഭിപ്രായം? നമ്മുടെ കൗടില്യൻ്റെ. ഇനി സപ്താംഗങ്ങൾ അഥവാ സപ്താംഗാസിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടറുകൾ അമാത്യ, കോസ, ദണ്ഡ, ദുർഗ, മിത്ര, ജനപദ, സ്വാമി. അപ്പോൾ 7 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്വാമി എന്ന് പറയുന്നത് ദ കിങ്. അമാത്യ എന്ന് പറയുന്നത് ആരാണ്? ദ മിനിസ്റ്റർ ഒഫീഷ്യൽ, അതായത് മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ. കോസ എന്ന് പറയുന്നതോ ദ ട്രഷറി ഓർ ടാക്സ്, ഖജനാവിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന മന്ത്രി, പിന്നെ നികുതിയൊക്കെ നോക്കുന്നത്, അതായത് ധനകാര്യ മന്ത്രി, അതാണ് കോസ. ഇനി ദണ്ഡ എന്ന് പറയുന്നതോ ദ ജുഡീഷ്യറി, നീതിന്യായം എന്നൊക്കെ നടപ്പാക്കുന്നത് ദണ്ഡയാണ്. ഇനി ദുർഗ ദ ഫോർട്ട് ആർമി, ദുർഗ എന്ന് പറയുന്നത് സൈന്യം കോട്ടയൊക്കെ നിയന്ത്രിക്കുന്നത്. ദെൻ മിത്ര എന്ന് പറയുന്നത് സഖ്യങ്ങൾ. ഇനി അടുത്തത് എന്താണ്? ജനപദം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏർലി സ്റ്റേറ്റ്സ് അല്ലേ, ആദ്യകാല രാഷ്ട്രങ്ങളാണ് എന്ത് നമ്മുടെ ജനപദം. അപ്പോൾ ഇത്തരത്തിൽ 7 ഘടകങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു നല്ല രാഷ്ട്രം അവിടെ ഫോം ചെയ്യുകയുള്ളൂ എന്നാണ് നമ്മുടെ അർത്ഥശാസ്ത്രത്തിലൂടെ ആര് പറയുന്നത്? നമ്മുടെ കൗടില്യൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ഭരണം നടത്തിയിരുന്ന ഒരു ഏർലിയർ ഡൈനാസ്റ്റി ആയിരുന്നു മൗര്യ ഡൈനാസ്റ്റി. ചന്ദ്രഗുപ്ത മൗര്യ എസ്റ്റാബ്ലിഷ്ഡ് എ റൂൾ ബേസ്ഡ് ഓൺ ദി സപ്താംഗ കൺസെപ്റ്റ്. സപ്താംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചത്. പാടലിപുത്ര വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ മൗര്യ ഡൈനാസ്റ്റി. പാടലിപുത്രയായിരുന്നു, അതായത് ഇന്നത്തെ പാറ്റ്നയിൽ, ബീഹാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, പാടലിപുത്ര. മൗര്യ ഭരണത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അല്ലെങ്കിൽ തലസ്ഥാനമായിരുന്നു ഏത്? പാടലിപുത്ര. ഹി ഫോംഡ് എ സ്ട്രോങ് ആർമി ആൻഡ് എക്സ്പാൻഡഡ് ഹിസ് കിങ്ഡം ബൈ കോൺകറിങ് നൈബറിങ് സ്റ്റേറ്റ്സ്. ഇപ്പം എന്താണ്? ശക്തമായ ഒരു സൈന്യത്തിന് രൂപം കൊടുത്ത ചന്ദ്രഗുപ്ത മൗര്യൻ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കി രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഹി കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫോർ മീറ്റിംഗ് ദി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ഭരണത്തിൻ്റെ ചെലവിനായിട്ട് പലതരം നികുതികൾ പിരിച്ചിരുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചാൽ മാത്രം മതിയോ? പോരാ, അവിടെ ഭരണം നടത്തണം അല്ലേ. അപ്പോൾ ആ ഭരണ ചെലവിന് എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്? അതിനു വേണ്ടിയിട്ട് പലതരം നികുതികൾ പിരിച്ചിരുന്നു. ദെൻ ഹി മെയ്ഡ് അലയൻസ് വിത്ത് മെനി ഫോറിൻ കൺട്രീസ്. കൂടാതെ എന്താണ്? പല രാജ്യങ്ങളുമായിട്ട് സഖ്യം സ്ഥാപിച്ചു. പിന്നെന്താണ് പറയുന്നത്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം വാസ് ഹിസ് അലയൻസ് വിത്ത് ദ ഗ്രീക്ക് മിലിറ്ററി ഓഫീസർ സെലൂക്കസ് നിക്കേറ്റർ. പിന്നെന്താ പറയുന്നത്? യെസ്, ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ പറഞ്ഞു പല രാജ്യങ്ങളുമായിട്ട് സഖ്യം സ്ഥാപിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനം അലക്സാണ്ടർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് സൈന്യാധിപനായിരുന്ന സെലൂക്കസ് നിക്കേറ്ററുമായിട്ടുള്ള സഖ്യമായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യ വാസ് ദ ഹെഡ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജുഡീഷ്യറി. There were ministers and number of officials who helped him in the administration. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനെ ഭരണത്തിൽ സഹായിക്കാനായിട്ട് മന്ത്രിമാരും നിരവധി ഉദ്യോഗസ്ഥന്മാരൊക്കെ നിലനിന്നിരുന്നു. ഇനി സെലൂക്കസ് നിക്കേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെലൂക്കസ് നിക്കേറ്റർ വാസ് എ മിലിറ്ററി ജനറൽ അണ്ടർ അലക്സാണ്ടർ, ദ റൂളർ ഓഫ് മാസിഡോണിയ.
After the death of Alexander, Seleucus got the control of the eastern provinces where the Greek rule existed. സെലൂക്കസ് നിക്കേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടറുടെ സൈനിക മേധാവിയായിരുന്നു നമ്മുടെ സെലൂക്കസ്. അലക്സാണ്ടറുടെ മരണശേഷം ഗ്രീക്ക് ഭരണം നിലനിന്ന കിഴക്കൻ പ്രദേശങ്ങളുടെ അധികാരം സെലൂക്കസിനാണ് ലഭിച്ചത്. ചന്ദ്രഗുപ്ത മൗര്യനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട അദ്ദേഹം പിന്നീട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും കിഴക്കൻ സത്രപികൾ അഥവാ പ്രവിശ്യകൾ ചന്ദ്രഗുപ്ത മൗര്യന് നൽകുകയും ചെയ്തു. ഇതിന് പകരമായിട്ട് 500 ആനകളടങ്ങുന്ന ഒരു സൈന്യം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. അദ്ദേഹം ആരാണ്? അദ്ദേഹം അലക്സാണ്ടറുടെ സൈനിക മേധാവിയായിരുന്നു. The king which Chandragupta Maurya formed with Magadha as its center developed into an empire. What are the factors that brought Maurya kingdom the status of the first empire in India? അപ്പോൾ മൗര്യ കിങ്ഡം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സാമ്രാജ്യമായിട്ട് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് മൗര്യ സാമ്രാജ്യത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിക്കുന്നത്. കിങ്ഡം വാസ് എക്സ്റ്റെൻസീവ്ലി ലാർജ്. ഒരു രാജ്യം എന്ന രീതിക്ക് മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ വാസ് സെൻറ്റേർഡ് ഓൺ ദ കിങ്. ഭരണം രാജാവിൽ കേന്ദ്രീകരിച്ചായിരുന്നു. യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ഔട്ട് ദ വോൾ സ്റ്റേറ്റ്. രാജ്യത്ത് ഉടനീളം ഏകീകൃതമായ ഭരണ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇത്തരം കാരണങ്ങളൊക്കെ തന്നെയാണ് മൗര്യ സാമ്രാജ്യത്തിന് ഒരു വലിയ കിങ്ഡമായിട്ട് മാറാൻ സഹായിച്ച പ്രധാന ഘടകങ്ങൾ. ചന്ദ്രഗുപ്ത മൗര്യ വാസ് സക്സീഡഡ് ബൈ ബിന്ദുസാര. അശോക ബിക്കം ദ റൂളർ ഓഫ് ദ മൗര്യ എംപയർ ആഫ്റ്റർ ബിന്ദുസാര. ഹി എക്സ്റ്റെൻഡഡ് ദ എംപയർ കോൺകറിങ് കലിംഗ ആൻഡ് കാശ്മീർ. മൗര്യ സാമ്രാജ്യത്തിലെ അതിശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അശോക ചക്രവർത്തി. അപ്പോൾ അശോക ചക്രവർത്തിയുടെ ധർമ്മശാസ്ത്രത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അശോക ആൻഡ് ധമ്മ. ഇൻ ദ പാസ്റ്റ്, കില്ലിംഗ് ഓർ ഹാമിംഗ് ലിവിങ് ബീങ്സ് ആൻഡ് ഡിസ്ഹോണറിങ് റിലേറ്റീവ്സ്, ബ്രാഹ്മണാസ് ആൻഡ് ശ്രമണാസ് എക്സിസ്റ്റഡ്. We have to thank the king Piyadashi, who was the beloved of the gods. Because of his effort that the war in the empire ceased. The sound of the drum has been replaced by the dharma. By practicing dharma, people restrained from killing living beings. They started respecting relatives, brahmanas and shramanas. They obey their mother, father and elders. In this way, dharma went on spreading further. അശോക ചക്രവർത്തിയുടെ ധർമ്മശാസ്ത്രത്തിലെ കാര്യങ്ങളാണ് ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഹിംസയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെയും ബഹുമാനിക്കുകയും സഹിഷ്ണുതയോടെ കൂടി മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യണമെന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അശോക ധർമ്മത്തിൽ പറയുന്നത്. അശോക ചക്രവർത്തിക്ക് ധർമ്മം നടപ്പിലാക്കാൻ പ്രേരണയായ ഒരു കാര്യം എന്ന് പറയുന്നത് ബുദ്ധമതമാണ്. എല്ലാ മതങ്ങളിലും ബുദ്ധമതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുമെങ്കിലും രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ് അദ്ദേഹം കരുതിയത്. ശിക്ഷകൾ ലഘൂകരിക്കുകയും ലളിത ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ഇനി ഈ ധർമ്മ നടപ്പിലാക്കിയതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അശോകൻ്റെ കാലത്ത് മൗര്യ സാമ്രാജ്യം വളരെയധികം വിശാലമായി മാറിയിരുന്നു. അത് നമുക്ക് തന്നിരിക്കുന്ന ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ബ്രാഹ്മണരും ബ്രാഹ്മണരല്ലാത്ത ശ്രമണർ, ആരൊക്കെയാണ് ശ്രമണർ? ജൈനർ, ബുദ്ധർ, അജീവികന്മാർ, ചാർവാകന്മാർ തുടങ്ങിയവർ. ഇവർ താമസിക്കുന്ന വിശാലമായ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തേണ്ടത് അനിവാര്യമായിരുന്നു. ഇതിനായാണ് അശോകധർമ്മ എന്ന ആശയം അദ്ദേഹം നടപ്പിലാക്കിയത്. അതിനകത്ത് പറയുന്നത് ഇൻ ഓർഡർ ടു പ്രൊപ്പഗേറ്റ് ആൻഡ് മേക്ക്
People aware of his idea and rules, Ashoka erected edicts in various parts of the country and made inscription on rocks. അപ്പോൾ ഈ അശോക ചക്രവർത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അശോക ചക്രവർത്തി എന്താണ്, തൻ്റെ ആശയങ്ങളും കൽപ്പനകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശാസനങ്ങൾ സ്ഥാപിക്കുകയും പാറകളിൽ കൊത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദം വർ നിയർ സിറ്റീസ് ആൻഡ് ഹൈവേസ്. കൂടുതലും എവിടെയാണ്? വലിയ ശിലാശാസനങ്ങൾ വഴിയുടെ വശങ്ങളിലൊക്കെ ആയിട്ടാണ്, നഗരങ്ങൾക്ക് സമീപവുമായിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഈ ഒരു ശിലാശാസനങ്ങൾ സ്ഥാപിക്കുന്നത്. ഇനി ചെറിയ അതായത് മൈനർ റോക്ക്, അതുപോലെ തന്നെ എന്താ പറയുന്നത് മേജർ റോക്ക്, ആ രീതിയിലൊക്കെ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള ശിലാശാസനങ്ങൾ അശോക ചക്രവർത്തിയുടെ കാലത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. ദീസ് എഡിക്ട്സ് ആർ ഓൾസോ എക്സാമ്പിൾ ഓഫ് ആർട്ടിസ്റ്റിക് സ്കിൽസ് ഓഫ് ദാറ്റ് പീരിയഡ്. അപ്പോൾ അത് ഈ ഒരു ശാസനകളൊക്കെ ശരിക്കും എന്താണ്, അക്കാലഘട്ടത്തെ കലാവൈഭവത്തിൻ്റെ തെളിവുകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അശോക ശാസനങ്ങൾ ഭൂരിഭാഗവും ബ്രാഹ്മി ലിപിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. 1837 ജെയിംസ് പ്രിൻസപ്പാണ് ഇത് വായിച്ചത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് കാണപ്പെട്ട ചില ശാസനങ്ങൾ ഖരോഷ്ടി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നിലനിന്നിരുന്ന പേർഷ്യൻ സ്വാധീനമാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ചത് അരാമിക്, ഗ്രീക്ക് ലിപികളിലായാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രാകൃത ഭാഷയാണ് ഭൂരിഭാഗം ശാസനങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അശോക ചക്രവർത്തിയുടെ കാലത്തെ ഈ ശാസനങ്ങളെ വലുത്, ചെറുത്, സ്തംഭശാസനങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന മാപ്പ് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏതൊക്കെയാണ് വലിയത്, ഏതൊക്കെയാണ് ചെറുത്, അതേപോലെ എവിടെയൊക്കെയാണ് സ്തംഭശാസനങ്ങൾ ഉള്ളത് എന്നിവയൊക്കെ നമുക്ക് ഈ മാപ്പ് നോക്കുമ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തി അതിനെക്കുറിച്ച് ആ ഒരു പട്ടിക തയ്യാറാക്കുക. Ashoka sent officers to different parts of the country and other countries to propagate Dharma. ഈ അശോക ചക്രവർത്തി ധർമ്മം പ്രചരിപ്പിക്കാനായിട്ട് ഉദ്യോഗസ്ഥരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ പുത്രനുമുണ്ടായിരുന്നു. ഹി സെൻഡ് ഹിസ് സൺ മഹേന്ദ്ര ആൻഡ് ഹിസ് ഡോട്ടർ സംഘമിത്ര ടു സിലോൺ. അവരെ ശ്രീലങ്കയിലേക്ക് അദ്ദേഹം പറഞ്ഞയച്ചു. അശോക ഇൻസ്റ്റാൾഡ് സ്തൂപാസ് കണ്ടെയ്നിങ് the relics and left overs of Buddha in various parts of the country. The most important among them is the Sanji Stupa. അപ്പോൾ ബുദ്ധൻ്റെ ശരീരഭാഗങ്ങളോ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളോ ഒക്കെ അടക്കം ചെയ്ത സ്തൂപങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്തൂപമായിരുന്നു സാഞ്ചി സ്തൂപ. മധ്യപ്രദേശിലാണ് സാഞ്ചി സ്തൂപ. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് Ashoka's successors, the power of king and the influence of Dharma were weakened. As a result, many further provinces become independent. മൗര്യ സാമ്രാജ്യത്തിലും ധർമ്മ പ്രചരിച്ച ഈ പ്രദേശങ്ങളിലൊക്കെ സാമൂഹ്യ സംഘർഷങ്ങൾ, വിഭാഗീയ ചിന്തകളൊക്കെ ഇല്ലാതായി. അശോകൻ്റെ പിൻഗാമികളുടെ കാലത്ത് രാജാവിൻ്റെ അധികാരം, ധർമ്മം ദുർബലമാവുകയും വിദൂര പ്രദേശങ്ങൾ സ്വതന്ത്രമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക.